അതിജീവനത്തിന്റെ മനോഹരമായ മറ്റൊരു ചരിത്ര നിമിഷം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ. വയനാട്ടിൽ നിന്ന് ഉപരിപഠനത്തിനെത്തിയ ആദ്യ സംഘം തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലെത്തി. ഗംഭീര സ്വീകരണം നൽകിയാണ് നിംസ് മെഡിസിറ്റിയും നൂറുൽ ഇസ്ലാം സർവകലാശാലയും നെയ്യാറ്റിങ്കരയും നഗരസഭയും ഉൾപ്പെടെയുള്ളവർ നൽകിയത്. ഉരുൾപൊട്ടലിൻ്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്ന് അതിജീവനത്തിൻ്റെ പുതിയ പാഠങ്ങളുമായി വയനാട്ടിലെ ദുരിതമേഖലകളിൽ നിന്നുള്ള 13 കുട്ടികൾ ഉപരിപഠനത്തിനായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെയ്യാറ്റിങ്കര നിംസ് മെഡിസിറ്റിയിലെത്തി. നൂറുൽ ഇസ്ലാം സർവകലാശാലയും നിംസ് മെഡിസിറ്റിയും ദുരന്തമേഖല പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് ഏർപ്പെടുത്തിയ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയിലാണ് കുട്ടികൾക്ക് ഉപരിപഠനം ഉറപ്പാക്കിയത്. നിംസ് മെഡിസിറ്റിയുടെ മെഡിക്കൽ സംഘം നേരിട്ടെത്തിയാണ് കുട്ടികളെയും രക്ഷിതാക്കളെയും വാഹനത്തിൽ തലസ്ഥാനത്ത് എത്തിച്ചത്. വയനാട്ടിൽ നിന്നുള്ള യാത്രയ്ക്ക് വയനാട് കൽപ്പറ്റ MLA സിദ്ദിഖ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഉപരിപഠനത്തിനായി എത്തിയ ആദ്യ സംഘമാണ് കഴിഞ്ഞ ദിവസം നിംസ് മെഡിസിറ്റിയിൽ എത്തിയത്. നെയ്യാറ്റിങ്കര MLA K. ആൻസലൻ വയനാട്ടിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈ നൽകി സ്വീകരിച്ചു. അതൊരു ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടുപോയി. ഗ്രാൻഡ് മദർ മരണപ്പെട്ടുപോയി. അപ്പോൾ അങ്ങനെ വീടും നഷ്ടമായി കുട്ടി ഈ പറയുന്ന 14 ഗാന്ധി ഭവനിൽ കഴിയാണെന്ന് ഞങ്ങൾ ആ കുഞ്ഞിനെ ഞാൻ ചോദിച്ചു, നമുക്ക് ഞങ്ങളെ നൂറുൽ ഇസ്ലാമിലോട്ട് പഠിപ്പിക്കാൻ 100% സൗകര്യമാണെന്ന് പറഞ്ഞു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ 5 ഇയർ കോഴ്സാണ് ആ കുട്ടിയെ ഞങ്ങൾ കൊടുത്തത്. ആ കുട്ടി 3 വർഷം 4 വർഷം ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. 4 വർഷം കഴിഞ്ഞത് ഏറ്റവും നല്ല പ്ലേസ്മെന്റ് കമ്പനിയോട് കൂടി ആ കുട്ടി സംബന്ധിച്ചു തുടങ്ങി. ഇപ്പോൾ വളരെ അഭിമാനത്തോട് പറയട്ടെ, ബാംഗ്ലൂരിലെ ഇൻഫോസിസ് ക്യാമ്പസിലെ നമ്പർ 1. നെയ്യാറ്റിങ്കര നഗരസഭാ ചെയർമാൻ രാജ്മോഹനൻ, നെയ്യാറ്റിങ്കര നിംസ് മെഡിസിറ്റി MDയും നൂറുൽ ഇസ്ലാം സർവകലാശാല പ്രോ ചാൻസലറുമായ MS ഫൈസൽ ഖാൻ, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ഫ്രാങ്ക്ലിൻ, നൂറുൽ ഇസ്ലാം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷബ്നം ഷഫീഖ്, നിംസ് മെഡിസിറ്റി ജനറൽ മാനേജർ ഡോക്ടർ KA സജു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശിവകുമാർ, കൗൺസിലർ സൗമ്യ, ബിനു മരുതത്തൂർ, തിരുമംഗലം സന്തോഷ്, കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെയ്യാറ്റിങ്കരയിലെത്തിയ കുട്ടികൾ നൂറുൽ ഇസ്ലാം സർവകലാശാല നടക്കുന്ന പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. GTV ന്യൂസ്, തിരുവനന്തപുരം.